T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. മലയാളി താരം സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായി ലോകകപ്പിൽ കളിക്കും. ഇപ്പോൾ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ നമുക്കൊപ്പം ചേർന്നു. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, മലയാളികൾ ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന വാർത്തയെത്തിയിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സഞ്ജു സാംസൺ ലോകകപ്പിൽ കളിക്കും. എങ്ങനെയാണ് താങ്കളുടെ ആദ്യ പ്രതികരണം? അല്ല, സഞ്ജുവിനെ എടുക്കേണ്ട ആവശ്യമാണ്, എന്തുകൊണ്ടും എടുക്കേണ്ടതാണ്. IPL 9 കളികൾ നമ്മൾ കണ്ടതാണ്. ആ കളികൾ ക്യാപ്റ്റൻ എന്ന രീതിയിൽ അദ്ദേഹം കളിച്ച കളി, ആ കളി ഏത് കളിക്കാരനെയും ഒരു തരത്തിലും ഇദ്ദേഹത്തെ നോക്കിക്കാണുന്ന കളിക്കാരന് ഒരിക്കലും അദ്ദേഹം ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷെ പലപ്പോഴും ടീം എടുക്കുമ്പോൾ നമ്മളെ നാട്ടുകാരെ കേരളക്കാരെ ഒഴിവാക്കുന്ന ഒരു സമീപനം ക്രിക്കറ്റ് അസോസിയേഷൻ ഉണ്ട്. എന്തായാലും അത് മാറി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇന്ത്യ ജയിക്കട്ടെ, ഇന്ത്യക്ക് വേണ്ടി സഞ്ജു നന്നായി കളിക്കട്ടെ. കേരളീയർക്ക് ആകമാനം ആവേശത്തോടുകൂടി സഞ്ജുവിന്റെ കളി കാണാം. നമ്മളെല്ലാം പിന്തുണയുണ്ട്, സഞ്ജുവിന്റെ കൂടെ നമ്മളൊക്കെ ഉണ്ട് എന്ന് സഞ്ജുവിന്റെ സമയം ഞാൻ ഉപയോഗിക്കട്ടെ. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, പലതവണ ഇന്ത്യൻ ടീമിലേക്കുള്ള വിളി നിഷേധിക്കപ്പെട്ടപ്പോൾ മലയാളികളടക്കമുള്ള ക്രിക്കറ്റ് പ്രേമികൾ, കായിക താരങ്ങൾ എന്ന് മാത്രമല്ല കേരള സമൂഹം ഒന്നാകെ സഞ്ജുവിന് വേണ്ടി രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഈ IPL ഇതുവരെയുള്ള സഞ്ജുവിൻ്റെ പ്രകടനം ഒരുപക്ഷെ ഈ ടീമിലേക്കുള്ള വിളിയിൽ അത് നിർണായകമായി എന്ന് വേണം കരുതാൻ. ഏതായാലും സെലക്ഷൻ കമ്മിറ്റിക്ക് ഇക്കുറി സഞ്ജുവിൻ്റെ പ്രകടനം കണ്ടില്ലെന്ന് നടിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? അതെ, ഞാന് ഇവരെ രഞ്ജി ട്രോഫി കാണാൻ വേണ്ടി വയനാട്ടിൽ പോയപ്പോ അന്ന് അവിടെ വെച്ച് സെലക്ടർമാരോട് ഞാൻ പറഞ്ഞതാ, ഇദ്ദേഹത്തെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. അദ്ദേഹത്തിന് നല്ല കാര്യമുള്ള കളിക്കാരനാണ്. കളിക്കാരൻ നമ്മൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ പലപ്പോഴും പ്രാദേശികവാദം വെച്ചുകൊണ്ട് മാറ്റുന്നത് തെറ്റാണ്. എന്നോട് നോ അങ്ങനെയല്ല, അതിന് സ്ഥിരമായൊരു കളിയില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴത് പറയില്ലല്ലോ. അദ്ദേഹം സ്ഥിരമായി കളിക്കുന്നുണ്ട്, ആത്മാർത്ഥമായി കളിക്കുന്നുണ്ട്. ഏത് കളിയിലും കളി ജയിക്കാൻ ആവശ്യമായ തന്ത്രങ്ങൾ മെനയാനും അദ്ദേഹത്തെ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിക്കറ്റ് കീപ്പർ എന്ന രീതിയിൽ ഓരോ പന്തിന്റെയും തല്ലങ്ങളെ ശരിക്കും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അദ്ദേഹത്തെ കഴിയുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇന്ത്യ ജയിക്കട്ടെ, സഞ്ജു നന്നായി കളിച്ച് നമ്മുടെ നാടിന്റെ അഭിമാനം വാനോളം ഉയർത്തട്ടെ. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, ജൂൺ 3 ക്രിക്കറ്റ് ലോകകപ്പ് തുടങ്ങുന്നത്. തൊട്ടുപിറ്റേന്ന് മറ്റൊരു റിസൾട്ട് വരാനിരിക്കുന്ന കാര്യം ഓർമ്മയുണ്ടല്ലോ? നല്ല ഓർമ്മയുണ്ട്, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതിനേക്കാളും എനിക്ക് പ്രധാനമാണ് സഞ്ജുവിന്റെ ഈ ഇതിലേക്കുള്ള കാര്യം. രഹസ്യമായ കാര്യമാണ്. ഈ കളിയോട് നമ്മുടെ നാടിന്റെ ഒരു മമതയുണ്ട്. ഞാനെന്നാ തലശ്ശേരിയാണല്ലോ തുടങ്ങിയത് കേരളത്തിൽ. അതുകൊണ്ട് ഈ ക്രിക്കറ്റിനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോ എനിക്ക് കേരളത്തിലൊരു കളിക്കാരൻ ശ്രീശാന്ത് പോയ പോലെ തിരിച്ചു പോകുന്നല്ലാതെ അന്ന് ശ്രീശാന്ത് ചതിയിൽ കുടുങ്ങിയെന്ന് എന്റെ സംശയം. ശ്രീശാന്തിന്റെ മുഖത്ത് എന്നാൽ നമുക്കൊരു പകരം കളിക്കാൻ അസ്ത്രം കഴിവുണ്ട്. ആ കഴിവ് ശരിക്കും സഞ്ജുവിനെ കഴിച്ച് ഇതിന്റെ കൂടെ നമ്മളെല്ലാം കൊണ്ട് കേരളം ഒരുമിച്ചുണ്ട്. സഞ്ജുവിന്റെ കളി നമ്മൾ കാണാൻ സാധിക്കുക. നമുക്ക് കാണാം. 4-ാം തീയതി മറ്റേ കാര്യം വരുമ്പോൾ നമുക്ക് നോക്കാം. വളരെ നന്ദി ശ്രീ പന്ന്യൻ രവീന്ദ്രൻ. ഏതായാലും